തിരുവനന്തപുരം അമരവിളയിൽ വീടിടിച്ചു നിരത്തിയതിൽ ആരോപണവുമായി കുടുംബം രംഗത്ത്. 2.5 ലക്ഷം രൂപ തനിക്ക് കടബാധ്യതയുണ്ടായിരുന്നുവെന്ന് വീടിന്റെ ഉടമസ്ഥനായ അജീഷ് പറയുന്നു. കടം വീട്ടാൻ 12 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് അമൃത ഘോഷ് എന്നയാൾക്ക് വസ്തു എഴുതി നൽകി. എന്നാൽ പണം നൽകും മുമ്പേ വസ്തു മറ്റൊരാൾക്ക് നൽകി അമൃത ഘോഷ് പറ്റിച്ചെന്നും ഇതിന് പിന്നാലെ വീട് ഇടിച്ചു നിരത്തുകയായിരുന്നെന്നും അജീഷ് പറഞ്ഞു. 31/8 നമ്മൾ ചെയ്തത്. അഖിൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടന് വേണ്ടി 2 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ചു, 2.5 ലക്ഷം രൂപ. അപ്പോൾ അയാൾക്ക് വേണ്ടിയാണ് നമ്മളിത് കൊടുത്തത്. എൻ്റെ ഈ വീട് ജപ്തിയും പിന്നെ എനിക്ക് കാല് ഓപ്പറേഷത്തിന് 3.5 ലക്ഷം രൂപയാണ് വരുന്നത്. എല്ല് പൊടിയുന്ന അസുഖമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ തീർക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. അഖിലിന് കൊടുക്കുമ്പോൾ വിലയാധാരം എഴുതിയാണോ കൊടുത്തത്? അതെ, വിലയാധാരമായിട്ട് എഴുതിയാണ് കൊടുത്തത്. അഖില് പിന്നെ അമൃതഘോഷിനെ വിറ്റതാണോ അല്ല നിങ്ങളുടെ അറിവോട് കൂടി തന്നെയായിരുന്നു അത്? നമ്മൾ അറിവോട് തന്നെ കൊണ്ടുകൊടുത്തത്. നമ്മൾ പറഞ്ഞിട്ട് തന്നെ അയാളെ കൊണ്ടുപോകുന്നത്. അമൃതഘോഷിനെ നമ്മളായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവർ നമുക്ക് എമൗണ്ട് തരാമെന്ന് പറഞ്ഞു. ടോട്ടലായിട്ട് 12 ലക്ഷം രൂപയാണ് വീടിനും വസ്തുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ലക്ഷം രൂപ അഖിൽ ചേട്ടനും കൊടുത്തിട്ട് ബാക്കി 9 ലക്ഷം രൂപ നമുക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പൈസ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. അത് എഗ്രിമെന്റ് അന്ന് എഴുതാൻ സമ്മതിച്ചില്ല. ധനുഷാണ് സമ്മതിക്കാത്തത്. വീട്ടിൽ പോയി അവിടെ പോയി നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പം 2-3 പേര് വന്നു. ഇതുപോലെ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നമ്മൾ പറ്റൂലെന്ന് പറഞ്ഞ് ഒരാളെ അമൃതഘോഷം എന്ന് പറഞ്ഞ ആൾ എൻ്റെ ഈ കാലിൽ ചവിട്ടി, വയ്യാത്ത കാലിൽ എന്നെ ചവിട്ടണ കണ്ടുകൊണ്ട് ഇവിടെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ധനുഷ് കയ്യിൽ എന്തോ ഒരു കത്തിയോല എന്തോ സാധനം വെച്ചിരുന്നു. അത് വെച്ച് ഇങ്ങനെ വാങ്ങിയെടുത്ത് ഇവിടെ നിന്ന് ചെറുതായിട്ട് കട്ടായി കൊളന്നിരിക്കുന്നു. എല്ലാവരും കൂടെ കൂടി വന്ന് അന്വേഷിച്ചപ്പം ഇതുപോലെ വീടിടിച്ചതാണ്, ഇതുപോലെ പറ്റിച്ചതാണെന്ന് നമ്മളെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ എല്ലാവരും ഇടപെട്ടാണ് അവിടെ വന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്തത്. ആ വീട് ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. വീടിടിച്ചു നിരത്തി, പക്ഷേ പണം നൽകുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകുമോ? സുജയ, കഴിഞ്ഞ ദിവസമാണ് പട്ടാപ്പകലാണ് ഈ അമരവള കുഴിച്ചാണി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ സംഘം വരികയും ഇവരുടെ വീട് ഇടിച്ചു നിരത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഈ കുടുംബം ഇപ്പോൾ പാറശാല പോലീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് 3 പേരെ ിലും എടുത്തിരുന്നു. ഓഗസ്റ്റ് മാസമാണ് ഒന്നാം കക്ഷിയായിട്ടുള്ള അഖിലിൽ നിന്നും 2.5 ലക്ഷം രൂപ ഈ അജീഷ് സോന ദമ്പതികൾ ഈ കടം എടുത്ത് വാങ്ങിയിരുന്നത്. ഈ കടത്തുക നൽകാനോ അതുപോലെ തന്നെ ഇദ്ദേഹം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രീറ്റ്മെന്റുകളിലായിരുന്നു. ഇദ്ദേഹത്തിന് ഈ എല്ലുകൾ പൊടിയുന്ന ഒരു അപൂർവ രോഗത്തിൽ ചെന്നൈയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചികിത്സയിലായിരുന്നു അജീഷ്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കടവും അത്തരത്തിൽ പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനും ആയിരുന്നു. അങ്ങനെ ആണ് 2.5 ലക്ഷം രൂപ കടം എടുത്തത്. പക്ഷേ ഈ കടം വീട്ടാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തുടർന്ന് ഒരു രണ്ടാം കക്ഷി അമൃത ഘോഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നു. അദ്ദേഹം ഈ 2.5 ലക്ഷം രൂപ നൽകുകയും മൊത്തത്തിൽ 12 ലക്ഷം രൂപയ്ക്കാണ് 7.5 സെന്റ് വരുന്ന ഈ വസ്തു വാങ്ങാമെന്ന് ഉറപ്പ് നൽകിയത്. അങ്ങനെ 2.5 ലക്ഷം രൂപ ഈ കൊടുത്ത് ഈ വസ്തു 7.5 സെന്റ് സ്ഥലം ഇദ്ദേഹത്തിന് എഴുതി നൽകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ കുടുംബം പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ സുജയ നമുക്ക് പറയാം. കാരണം ഇദ്ദേഹത്തിന് നൽകിയിരുന്ന ഉറപ്പ് 9.5 ലക്ഷം രൂപ തിരികെ നൽകാം എന്ന ഉറപ്പിലാണ് ശരിക്കും ഈ കുടുംബം ഈ വീടും സ്ഥലവും എഴുതി നൽകിയത്. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ എഴുതി നൽകാമെന്ന് ഈ പൂർണ്ണമായിട്ടും 9.5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ തുക നൽകിയില്ല. ഇതിനെ തുടർന്ന് ഇവർ പലപ്പോഴും ഇദ്ദേഹത്തെ കണ്ട് ആവശ്യപ്പെട്ടെങ്കിലും ഈ തുക നൽകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതിനിടയിൽ വളരെ രഹസ്യമായിട്ട് തന്നെ ഈ അമൃത ഘോഷ് 4ാം പാർട്ടിയായ അജി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ വീടും സ്ഥലവും രഹസ്യമായിട്ട് വിറ്റു. അവരാണ് കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്തെത്തുകയും ഈ വീട് പൂർണ്ണമായിട്ട് ഇടിച്ചു നിരത്തുകയും ചെയ്തത്. ഇവരെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും അടിച്ചു പുറത്താക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന പൂർണ്ണമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇടിച്ചു നിരത്തി എന്നുള്ള ഒരു കാഴ്ചകളാണ് കാണുന്നത്. ഇനി ആകെ അവശേഷിക്കുന്ന 2 മുറികളെന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് ഇവർക്ക് ഇനി വിനിയോഗിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് 2 മാസമുള്ള ഒരു കുഞ്ഞു കൂടിയുണ്ട്. ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഈ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഈ അലമാര, കട്ടിൽ എല്ലാ സാധനങ്ങളും പുറത്താക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഒരു ബ്ലൈഡ് മാഫിയ സംഘം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സമീപകാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ബാങ്കുകൾ ജപ്തി ചെയ്യുന്ന നടപടികൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന അതേ സമീപനത്തിലുള്ള മനുഷ്യന്മാരാണെന്നുള്ള തന്നെ ഒരു നീതിയും പുലർത്താതെ ഇവരെ വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും അടിച്ച് പുറത്താക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ ഒരു നില വീടാണ്. ഈ വീടിനെ ഇടിച്ച് തകർത്തുകൊണ്ട് ഇത്തരത്തിലൊരു അനീതി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ വിഷയത്തിൽ പാറശാല പോലീസ് ഇടപെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ 2 പേരെയും വിളിച്ചിട്ടുണ്ട്. നിലവിൽ അമൃത ഘോഷ് പറയുന്നത് 9 ലക്ഷം രൂപ നൽകാമെന്ന് പാറശാല പോലീസിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അദ്ദേഹത്തെ ഇന്നലെ സ്റ്റേഷനിൽ നിന്നും വിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സ്റ്റേഷനിൽ വിളിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഈ അമൃത ഘോഷിന്റെ നിലപാട്? ഈ 9 ലക്ഷം രൂപ ഈ കുടുംബത്തിന് വിട്ടു നൽകുമോ എന്നുള്ളത് ഇനി നമുക്ക് വരുന്ന മണിക്കൂറിൽ അറിയേണ്ടിയിരിക്കുന്നു സുജയ. ഓക്കെ, അവിടെ തന്നെ തുടരുക. അമരവിളയിലാണ് വീട് ഇടിച്ചു നിരത്തിയത്. ആ സ്ഥലത്തു നിന്നാണ് അരുൺ സോളമൻ വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെയൊന്നും പറ്റിക്കല്ലേ എന്നാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് നമ്മളോട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.